നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മുത്തശ്ശന് പോലും ഒരു മുറി കൊടുക്കാനില്ല. മോളെ, നീ എന്താ ഈ പറയുന്നേ? സാഹചര്യം കൂടി നോക്കണ്ടേ? ഇതന്നെ വലിയൊരു വീടല്ലേ, നമ്മുടെ ഭാഗ്യമല്ലേ ഗോപു. എന്റെ കാര്യം നോക്കണ്ട. ഇത്രയും വലിയൊരു ഹാളുള്ളപ്പോ എന്തിനാ എനിക്ക് പ്രത്യേകിച്ചൊരു മുറി? ഞാൻ എവിടെയെങ്കിലും കിടന്നോളാം. പെട്ടെന്ന് വീട് ശരിയാക്കണമെന്ന് ജാനകി മാഡം പറഞ്ഞപ്പോ ഞാൻ ശരിക്കും ബുദ്ധിമുട്ടി. ഇവിടെ വാടക വീട് കിട്ടുമെന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാ. എല്ലായിടത്തുനിന്നും ആളുകൾ ഇങ്ങോട്ട് കുടിയേറുകയല്ലേ. 3 ബെഡ്റൂം വേണമെന്ന് പറഞ്ഞതാ പ്രശ്നമായത്. ഒടുവിൽ മാഡം തന്നെ ശരിയാക്കി തന്നതാ ഇത്. ഇവിടുത്തെ പ്രശ്നം വാടകയല്ല, വലിയ ഡെപ്പോസിറ്റാ. ലക്ഷങ്ങളാ ഡെപ്പോസിറ്റ് ചോദിക്കുന്നത്. അല്ല, ഇതിനെന്ത് വാടക പോലും ഒന്നും പറഞ്ഞില്ല. എന്ത് ഡെപ്പോസിറ്റ് കൊടുക്കേണ്ടി വരൂ? അല്ല, വാടക കരാറൊക്കെ എഴുതണ്ടേ? ഒന്നും പറഞ്ഞില്ല. അതൊക്കെ മാഡം പറയും. എന്നോട് വീടിന്റെ താക്കോൽ തന്ന് തുറന്നു കൊടുക്കാൻ പറഞ്ഞു. അത്യാവശ്യം വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്നും പറഞ്ഞു. അച്ഛാ, ആ താക്കോലിങ് തന്നെ. എത്ര നേരമായിട്ട് കാറിലിരിക്കുക, എന്റെ നടു ഒടിഞ്ഞു. ഇനി ഇവിടല്ലേ താമസിക്കുന്നത്? എന്തിനാ ഇത്ര തിടുക്കം? താക്കോലങ്ങ് കൊടുക്കും മുത്തശ്ശ. ആന്റിക്ക് ബാത്റൂമിലൊക്കെ പോണായിരിക്കും. അതെ അതെ, ഇങ്ങ് തന്നേച്ചാ. വാ മോളെ. നല്ല മുറി നോക്കി വേണം എടുക്കാൻ. പിന്നെ വലുത് വേണം. ബാത്റൂമും കൂടി ഉള്ളത് നോക്കണേ. വാ മുത്തശ്ശമ്മ, നമുക്കകത്ത് കയറാം. വാ വാ. നമ്മൾ കാരണം അവർക്കും ബുദ്ധിമുട്ടായി കാണും. വാടക പോലും പറയാതെ അവരെ പോയി ഒന്ന് കാണണ്ടേ? ഉടനെ നമ്മൾ അങ്ങോട്ട് ഓടിച്ചെന്ന് അവരെന്ത് വിചാരിക്കും? സ്കൂളിൽ വെച്ച് കാണുമ്പോ ചേച്ചി സംസാരിച്ചോളും. അതല്ലേ മുത്തശ്ശ നല്ലത്? വന്ന് കയറും മുമ്പേ അവരുടെ വീട്ടിലേക്കൊക്കെ കയറി ചെന്നത് മോശമല്ലേ മുത്തശ്ശ? അതെ, ജാനകി മാഡം നല്ല സ്ത്രീയാ. നല്ല മനസ്സാ അവരുടേത്. നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. മോളെ, ഏതെങ്കിലും മുറിയിൽ ബാഗ് കൊണ്ട് വെച്ചേ. ഫേർണിച്ചറൊക്കെ എത്തുമ്പോ ചിലപ്പോ ഉച്ചയോടാവും. ഇന്നിപ്പോ ഇവിടെ വെച്ച് കഴിക്കാൻ പറ്റുമെന്നൊന്നും തോന്നില്ല. ഞാനേ ആ ബ്രോക്കറോട് ഇവിടെ അടുത്ത് കടയുണ്ടോ എന്ന് ചോദിക്കട്ടെ. അയ്യോ, അയാള് ബ്രോക്കറൊന്നുമല്ല, സ്കൂളിലൊരു പ്യൂണാ. അയ്യോ, ഞാൻ ഈ ബാഗ് കൊണ്ട് വെച്ചിട്ട് വരാം. ചേച്ചി, ആ ബാഗ് ഇങ്ങടാ. മുത്തശ്ശനൊന്ന് കിടക്കണമായിരിക്കും അല്ലേ? അതൊന്നും വേണ്ട, എനിക്ക് വലിയ ക്ഷീണമൊന്നുമില്ല. വാടക വീടായാലും സ്വന്തം വീടായിട്ട് വേണം കാണാൻ. അതുകൊണ്ട് ചടങ്ങെന്ന നിലയിൽ പാല് കാച്ചി നടത്താം. അതിനുള്ള പാത്രങ്ങളെ കൊണ്ടുവന്നിട്ടില്ലേ? എന്തായാലും ഒരു കവർ പാലൂടെ വാങ്ങാമായിരുന്നു. പാലൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതാ മാഡം, ഒരു ചായയുടെ വന്നാലെന്ന് കരുതി വാങ്ങിയതാ. ഇവിടെ അടുത്ത് കടയൊക്കെ ഉണ്ടോ? നമ്മളങ്ങോട്ട് തിരിഞ്ഞില്ലേ, ആ ജംഗ്ഷനിൽ തന്നെ എല്ലാം കിട്ടും. അതെ, ഞങ്ങളുടെ മുറിയിലെ ഫാൻ കറങ്ങുന്നില്ല. വെള്ളത്തിനാണെങ്കിൽ ഫോഴ്സും ഇല്ല. ഇവിടെ കോർപ്പറേഷൻ കണക്ഷൻ ആണോ? ഫാനിന്റെ കാര്യം ഞാൻ നോക്കാം. വെള്ളത്തിനൊരു ബുദ്ധിമുട്ട് വരാൻ വഴിയില്ല. മുകളിൽ ടാങ്കുള്ളതാ. രാത്രി വെള്ളം വന്ന് നിറഞ്ഞു കിടക്കും. മോളെ, വന്ന ഉടനെ നീ പരാതി കെട്ടഴിക്കണ്ട. എല്ലാറ്റിനും ഒരു സാവകാശം വേണ്ടേ? ഫാനിന്റെ കാര്യം ഞാൻ ശരിയായി കൊടുക്കാം. വാ മോള് വാ. വന്ന് കേറിയില്ല. അതിനു മുമ്പ് ഏറ്റവും നല്ല മുറി നോക്കി ആന്റി അഞ്ജിതയും കൈയേറി കഴിഞ്ഞു. ആകെ പാടെ 3 മുറികളാ ഉള്ളത്. ഒരു മുറി മഞ്ജു ചേച്ചിക്ക് അനീഷേട്ടനും കൊടുക്കണ്ടേ? പിന്നെ ഉള്ളത് ഒരു മുറിയാ. അതാണെങ്കിൽ അറ്റാച്ച്ഡും അല്ല. മുത്തശ്ശന് പോലും ഒരു മുറി കൊടുക്കാനില്ല. മോളെ, നീ എന്താ ഈ പറയുന്നേ? സാഹചര്യം കൂടി നോക്കണ്ടേ? ഇതന്നെ വലിയൊരു വീടല്ലേ, നമ്മുടെ ഭാഗ്യമല്ലേ ഗോപു. എന്റെ കാര്യം നോക്കണ്ട. ഇത്രയും വലിയൊരു ഹാളുള്ളപ്പോ എന്തിനാ എനിക്ക് പ്രത്യേകിച്ചൊരു മുറി? ഞാൻ എവിടെയെങ്കിലും കിടന്നോളാം. പഴയ വീട്ടിൽ എന്റെ കിടപ്പങ്ങനായിരുന്നല്ലോ. ഞങ്ങൾ വാ.
വീടൊക്കെ വാ, നോക്കാം മുത്തശ്ശി. വാ. വാ ചേച്ചി വാ. മുത്തശ്ശ, ഒരു മുറി കൂടെ ഉണ്ട്, പക്ഷെ അത് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുക. അത് വീടിന്റെ ഓണർ അവരുടെ സാധനങ്ങളൊക്കെ ഇട്ട് പൂട്ടിയിരിക്കുക. ഞാനൊന്ന് ചോദിച്ചു നോക്കാം. ഉം. ഇത്രയും മെമ്പേഴ്സ് ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. മാഡത്തിന് അറിയില്ലായിരുന്നാ തോന്നുന്നത്. ആ, ഈ സൗകര്യങ്ങളൊക്കെ ധാരാളം. ഉം. ഇനി വാടകയുടെ കാര്യം അറിയാതെ എനിക്കൊരു സമാധാനമില്ല. അതിനെക്കുറിച്ച് ഓർത്തൊന്നും വിഷമിക്കണ്ട. പഴയ ഹെഡ് മാസ്റ്റർ താമസിച്ചിരുന്ന വീടാ. അദ്ദേഹം പുറനാട്ടുകാരനായിരുന്നു. അല്ല, ഇത്രയും പെണ്ണുകൾ ഉണ്ടായിരുന്നിട്ട് ആരും അടുക്കള കണ്ടില്ലല്ലോ. പാലുകാച്ചി വേണ്ട ഗൃഹപ്രവേശം നടത്താൻ. അടുക്കളയും ജോലികളും ഒക്കെ ഇവിടെ തന്നെ. പാവോ എന്റെ ദേവിമോൾ, എല്ലാം സ്വയം എടുത്ത് തലയിൽ വെച്ചിരിക്കല്ലേ. വാ ദേവിയെ, നമുക്ക് പാല് കാച്ചാം. 10:30 വരെ രാഹുലായിരുന്നു, ഇപ്പൊ അത് കഴിഞ്ഞു. ഇപ്പൊ പറ്റിയ സമയം. വാ. വാ മുത്തശ്ശ, വാ നമുക്ക് അങ്ങോട്ട് പോവാം. നവ വാ. ആന്റി അഞ്ജിത എവിടെ? അവര് മുറിയൊരുക്കുന്ന തിരക്കില. അതൊക്കെ ശരിയാ. അത് കഴിഞ്ഞ് രവി വിശ്വസിച്ച് ഞാനൊരു ജോലി ഏൽപ്പിച്ചിരുന്നു. അവര് തമ്മിൽ തെറ്റിക്കാൻ, നിങ്ങൾ തമ്മിലുള്ള റിലേഷനെ പറ്റി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ. എന്നിട്ട് നീ എന്താ ചെയ്തേ? അവര് തമ്മിൽ ഒന്നിപ്പിച്ചു. ആര് പറഞ്ഞു? നീ തന്ന തെളിവ് പറഞ്ഞു തന്നെ ഗോപി ഋഷിയും തെറ്റിച്ചു. പക്ഷെ അവൾ അത്ര മണ്ടിയൊന്നും അല്ലാത്തതുകൊണ്ട് ആ ഋഷിയെ വിളിച്ചുകൊണ്ട് വന്ന് എന്നെ നിർത്തി വിചാരണ ചെയ്തു. എനിക്ക് വേണമെങ്കിൽ നിന്നെ പറ്റിയിട്ട് തടിതപ്പായിരുന്നു. ഞാനത് ചെയ്യാത്താണ് കുഴപ്പം. എടാ ബ്രൂട്ടസേ, നിനക്ക് അവളോട് പ്രേമമല്ലായിരുന്നോ? കാശുകാരൻ വന്നപ്പോ അവൾ അവന്റെ പുറകെ പോയെന്ന് നീയല്ലേ വലിയ ഫീലിംഗോട് പറഞ്ഞത്. അതൊക്കെ ശരിയാ. ഞാൻ അവളെ ശരിക്കും മനസ്സിലാക്കിയില്ല. ഒരേ കമ്പനിയിൽ ഒരുമിച്ച് പരസ്പര വിശ്വാസത്തോടെ കഴിഞ്ഞിരുന്ന ഞങ്ങളെ തമ്മി തെറ്റിച്ചത് നീയാ. അതൊക്കെ മനസ്സിലാക്കാനുള്ള മോളെ എനിക്കുണ്ട്. നീ അവളുടെ മറുകിന്റെ കാര്യം പറഞ്ഞില്ലേ? നിങ്ങൾ തമ്മിൽ ഹസ്ബൻഡ് വൈഫ് റിലേഷൻ ആണെന്ന് പറഞ്ഞില്ലേ? ഒക്കെ പറഞ്ഞു. യഥാർത്ഥത്തിൽ നീ അത് പറഞ്ഞെന്ന് പറഞ്ഞാ മതിയായിരുന്നു. എന്തോ നിന്നൊറ്റ എനിക്ക് തോന്നിയില്ല. എന്തായാലും ഈ കാര്യത്തിൽ ഇനി എന്റെ ഒരു ഹെൽപ്പ് നീ പ്രതീക്ഷിക്കണ്ട. എങ്കിലേ ഞാൻ തന്ന പൈസ മര്യാദയ്ക്ക് തിരിച്ചതാ. അല്ലെങ്കിൽ നീയാണ് ഇതൊക്കെ ചെയ്തതെന്ന് ഞാൻ ഗോപികയോട് പറയും. പോയി പറഞ്ഞോ, വേണമെങ്കിൽ ഞാനും കൂട്ടുവരാം. നിന്റെ ഒരു പണിയും ഇവിടെ ചെലവാവില്ല മോളെ. വിട്ടുപിടിക്കാൻ നോക്ക്. അങ്ങനെ ആഗ്രഹിച്ചതും മോഹിച്ചതും ഒന്നും മറ്റാർക്കും ഈ അഞ്ജത വിട്ടുകൊടുക്കില്ല. അവരെ തമ്മിൽ ഞാൻ തെറ്റിച്ചിരിക്കും. ഋഷി ഞാൻ സ്വന്തമാക്കും. നീ നോക്കിക്കോ. കുട്ടിക്കാലം മുതല് ഞങ്ങൾ റൈവൽസാ. അവളെ എന്ത് കൊണ്ടുവന്നാലും അത് എന്റെ കസ്റ്റഡിയിലാക്കും. അതിനിപ്പോ ഋഷി ആയാലും. ചെല്ല് ചെല്ല്. നിനക്കും നല്ലൊരു പണി വരുന്നുണ്ട് എന്റെ വക. നീ കാത്തിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.